ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ആശങ്കയായി വീണ്ടും കനത്ത മഴ തുടരുന്നു. വിലങ്ങാട് ടൗണിൽ വെള്ളം കയറി 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിലങ്ങാട് നിന്ന് മിഥില ബാലൻ ചേരുന്നു തത്സമയം. പറയൂ മിഥില, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രി മുതലാണ് വിലങ്ങാട് മേഖലയിൽ അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയത്. ഇപ്പോഴും മഴയുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വിലങ്ങാട് പുഴയാണ് നമ്മൾ കാണുന്നത്. പുഴയിലെ വെള്ളത്തിന്റെ ഒരു ഒഴുക്കാണ്, ശക്തമായ ഒഴുക്കാണ്. ഒഴുകി വന്ന മരത്തടികളെല്ലാം തന്നെ ഈ പാലത്തിനടുത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. ഈ പാലമാണ് ഇന്നലെ രാത്രിത്തെ മഴയിലും ഇന്ന് പുലർച്ചയിലെ അതിശക്തമായ മഴയിലും മുങ്ങിപ്പോയത്. ഇപ്പോൾ വെള്ളം ഇവിടെ നിന്നും മഴയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഈ പാലത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ കുറച്ച് ആളുകൾ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാണ്, ഇന്നലെ രാത്രി മുതലാണോ മഴ പെയ്തത്? ഈ പാലമാണോ മുങ്ങിയത്? 9:15 മുതൽ മഴ തുടങ്ങി. അതെങ്ങനെ വെളുപ്പിനെ ആയപ്പോഴത്തേക്കും അതിശക്തമായ മഴയായി. അപ്പൊ പിന്നെ ഇവിടെ എല്ലാം പാലത്തിലും എല്ലായിടത്തിലും വെള്ളം കയറി. പാലത്തിൽ വന്നിട്ട് വലിയ പന, യാനയ്ക്കൊക്കെ കൊടുക്കുന്ന പനകൾ വന്ന് തടഞ്ഞ്, അങ്ങനെ പനയുണ്ട്, മാവും ഉണ്ട്. ഏതോ മാവൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വന്ന് കുറെ ഒഴുകി പോയി, കുറെ ഇവിടെ വന്ന് തടഞ്ഞു. അങ്ങനെ ഇവിടെ തീർത്തും വെള്ളം കയറി. കടകളിലേക്കുള്ള വെള്ളം, കടകളിൽ വെള്ളം കയറിയിട്ടില്ല ഇപ്രാവശ്യം. ആ ഒരു കടയുടെ അടുത്ത് വരെ വെള്ളം എത്തി. ഇന്നലെ ഉദ്ഘാടനം ചെയ്തൊരു കടയുണ്ടായിരുന്നു. ആ കടയുടെ തൊട്ടടുത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, ശക്തമായ മഴ തന്നെയായിരുന്നു. ആ ശക്തമായ മഴയായിരുന്നു. ഈ പാലത്തിലായിരുന്നോ വെള്ളം കയറി? ആ ഈ പാലത്തില്, പിന്നെ പാനത്തൊരു പാലത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. ആ ഉരുൾ പൊട്ടിപ്പോയ ഒരു പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. നല്ല ശക്തമായ ഒഴുക്കാണല്ലോ അല്ലെ? ശക്തമായ ഒഴുക്കാണോന്നോ? ഈ പാലത്തെ കൂടി കടക്കത്തൊന്നുമില്ല. പാലം ഉണ്ടെന്ന് പോലും അറിയത്തില്ല, അത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഈ മരത്തടികളെല്ലാം ഈ മഴയിൽ, രാവിലത്തെ മഴയിൽ, ഈ രാവിലത്തെ മഴ വന്നതാ. ഇവിടെ ഒരു കയ്യൂരി വെക്കാൻ വേണ്ടി വന്നിരുന്നു, അത് ഞങ്ങൾ തടഞ്ഞു. അപ്പൊ ഈ വെള്ളത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 7 പേരുടെ പേര് കേസുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, കേസ് സാരമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതാണ്ട് സുമാർ ഒരു 10 ഇഞ്ച് വണ്ണമുള്ള പൈപ്പാ. അത്രയും വലിയ പൈപ്പ് കൊണ്ടുവന്നിട്ട് ഇവര് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഗവൺമെന്റിന്റെ പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കാൻ വേണ്ടി ഒരു വഴി കണ്ടു. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും ആളുകളുണ്ടോ? ഇന്നിപ്പോ രാവിലെ മുതൽ രാത്രി 12 മണി വരെ മാറ്റി പാർപ്പിച്ച് എല്ലാവരെയും. പാനത്തൊരു ദുരിതാശ്വാസ ക്യാമ്പുണ്ട്, ഇവിടെയുണ്ട്. 2 പാർപ്പിച്ചിട്ടുണ്ട്. SKN, ഇതാണ് ഇന്നലെ രാത്രി മുതൽ. ഇപ്പോൾ മഴയുടെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മളിവിടെ എത്തിയ സമയത്ത് ഇത്ര മഴയില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ മഴയുടെ ശക്തി നന്നായി കൂടി വരുന്നുണ്ട്. പുഴയുടെ ഒരു ഒഴുക്കാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വനപ്രദേശത്തോട് ചേർന്ന മലയോര മേഖലയാണ് ഈ ഒരു വിലങ്ങാട് എന്നത്. ഈ വനത്തിൽ അതിശക്തമായ മഴയുണ്ട്. ആ മഴയിൽ ഉള്ള വെള്ളമാണ് ഈ പുഴയിലൂടെ ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. കൂടുതൽ ആളുകൾ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. എങ്ങനെയാണ് മഴ? രാത്രി മുതലാണോ? രാത്രി 1:50 മഴ തുടങ്ങിയതാണ്. ഇവിടെ ഒരു പാലത്തിൽ കൈവരി ഉണ്ടായിരുന്നു. ഇത് വെക്കരുത് ഞങ്ങൾ അന്നേ പറഞ്ഞ. കാരണം ചെറിയൊരു പാലത്തിൽ കൈവരി വെച്ചുകൊണ്ട് ഇവിടെ തങ്ങിയിട്ടാണ് ഈ അങ്ങാടി മുഴുവൻ വെള്ളം കയറുന്നത്. രണ്ടാമതും കൈവരി വെക്കാൻ വന്നപ്പോൾ ഞങ്ങൾ കുറെ പേര് ഇവിടെ തടഞ്ഞു. ആ വകയിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇന്നലെ വലിയ പനംകുറ്റിയൊക്കെ വന്നിട്ട് പാലത്തിന് മുകളിൽ കൂടെ പോയി. ഇന്നലെ ഇവര് കൈവരി വെച്ചിട്ട് ഈ പാലത്തിൽ അത് തട്ടി നിന്നായിരുന്നാൽ ഈ അങ്ങാടി മുഴുവൻ വെള്ളം കയറിയാണ്. ഇന്നലെ വന്നതിന്റെ ബാക്കിയാണ് ഇതൊക്കെ. ഞങ്ങൾ ഇന്നലെ അക്കരെ നിൽക്കുമ്പോൾ വലിയ പനംകുറ്റിയും തെങ്ങും കവുങ്ങും പ്രാവും ഒക്കെ എന്താക്കി മുകളിൽ കൂടെ പോയി. ഇവിടെ കൈവരി വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ തങ്ങി നിന്ന് വീടുകളിൽ മുഴുവൻ വെള്ളം കയറും. ഞങ്ങൾക്കൊരു പാലമാണ് ആവശ്യം, കൈവരിയല്ല. ഞങ്ങൾ ഇത് പറയും, ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെച്ച് കാലത്തോട്ട് പറയുന്നതാണ് ഒരു പാലം പണിതരാൻ. കോടികൾ കൊണ്ട് അക്കൗണ്ടിലിട്ട് അതിന്റെ മുകളിൽ അടയിരിക്കുക. അല്ലാതെ ഒരു 10 രൂപ ഒരു മാസം ആയിട്ട് ഈ ജനങ്ങൾക്ക് ഒരു 10 രൂപ ഒരു ചായ കുടിക്കാൻ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. കോടികൾ അക്കൗണ്ടിലിട്ട് അടയിരിക്കുകയാണ്. ഇന്നലെ വ്യാപാരി വ്യവസായി 38 പേർക്കാണ് 2 ലക്ഷം 2.5 ലക്ഷം ഓരോ ലക്ഷം വെച്ച് ഇവിടെ കൊടുത്തു കൊണ്ടുവന്നിട്ട്. എന്റെ കടയാണത്. എന്റെ കടയിൽ വെള്ളം കയറിയിട്ട് എനിക്ക് കിട്ടി 1.5 ലക്ഷം രൂപ. അവിടെ നഷ്ടം അവർ തന്നു. ഈ കോഴിക്കടയിൽ കിട്ടി 2 ലക്ഷം രൂപ. അവരിന്നലെ കോഴിക്കട തുടങ്ങി. അല്ലാണ്ട് ജനങ്ങളുടെ കിട്ടുന്ന പൈസ ജനങ്ങൾക്ക് കൊടുക്കണം. അല്ലാതെ ഇതിന്റെ മുകളിൽ കയറി കുത്തിരിക്കുമല്ല വേണ്ടി. ഒരു മാസമായിട്ട് ഒരു ചായ കുടിക്കാൻ പോലും ജനങ്ങൾക്ക് പൈസ കൊടുത്തിട്ടില്ല. എന്റെ വീടാത്. എന്റെ വീട് 2ാം നില ഞാൻ ഒരാൾക്ക് വാടകയ്ക്ക് അവർക്ക് കൊടുത്തിരിക്കുവാണ് താമസിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരു ചായ കുടിക്കാൻ പോലും പൈസ മുഴുവൻ ജനങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. ഇതെന്താ ഇതിങ്ങനെ കളിക്കുന്നത്? ഒരു മാസമായിട്ട് 1 രൂപ പോലും ജനങ്ങൾക്ക് കൊടുക്കാത്തതിന്റെ കാരണം ഞങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായും SKN, ചെറിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് ദുരിതാശ്വാസം ആർക്കും ഒരു പണവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം ഇവർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിനേലും മഴ ശക്തമായി തുടരുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിലങ്ങാട് പുഴയിലുള്ള ഒഴുക്ക് ശക്തമാണ്. പാലത്തിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പാലത്തിൽ കയറിയ വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്തുതന്നെയായാലും നാട്ടുകാർ ആശങ്കയിലാണ്. 4 ആഴ്ച മുൻപാണ് ഈ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. SKN. മിഥില ബാലനാണ് വിലങ്ങാട് നിന്നും തത്സമയം ചേർന്നത്.